ദുബായ് ടോക്സ് പാർട്ട് 2. അതേ, എൻ്റെ കഥ നിങ്ങൾക്ക് അറിയണ്ടേ? ഇതേപോലെ നല്ല ചൂടത്ത് അലഞ്ഞ് നടന്നു. എന്തിന്? ജോലി അന്വേഷിച്ച്. അതാണല്ലോ ഇവിടുത്തെ മെയിൻ പരിപാടി. അങ്ങനെ ഒരുപാട് ഓർഗനൈസേഷൻ കയറി ഇറങ്ങി, ഒരുപാട് ബാങ്കിൽ ഇൻ്റർവ്യൂ കൊടുത്തു. എന്താ, ആരും സെലക്ട് ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കൂടി ഇവിടെ ഒരു ബാങ്കിലും എന്നെ അവർ എടുത്തില്ല. അവർക്ക് വേണ്ടത് UAE എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാൻ ആലോചിച്ചു, UAEയിൽ ഒരു എക്സ്പീരിയൻസ് തന്നാലേ നമുക്കതൊരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. അത് തരാൻ ആരും തയ്യാറായിരുന്നില്ല. എന്തിനു വേണം, തേർഡ് പാർട്ടി പോലും. ഇവിടുത്തെ തേർഡ് പാർട്ടിക്കാർ വരെ എന്നെ റിജക്റ്റ് ചെയ്തു. 2-3 ബാങ്കിൽ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തു. അപ്പം തന്നെ പ്രതീക്ഷയെല്ലാം പോയി. തേർഡ് പാർട്ടിയുടെ ആൾക്കാർ പോലും എന്നെ ജോലിക്ക് എടുക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ഹോപ്പിലാണ് ഞാൻ നിൽക്കേണ്ടതെന്നൊരു അവസ്ഥയിലെത്തി. ഫൈനലി ഞാൻ കരുതി, ഓക്കെ, ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് വേണ്ട, ഇവിടെ വേറെ ജോബൊക്കെ ഉണ്ടല്ലോ. അപ്പം എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടും എനിക്കറിയാവുന്ന സ്കിൽസ് അനുസരിച്ച് ഞാൻ വേറെയൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് എങ്ങൊന്നും ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വന്നില്ല. പക്ഷേ ഒരുപാടത്ത് പറ്റിക്കപ്പെടാൻ പറ്റും കേട്ടോ. ഒരുപാട് കൺസൾട്ടൻസിയിൽ അപ്ലൈ ചെയ്തിട്ട് അവർ വിളിപ്പിച്ചിട്ട് പറയും 500 ദിർഹംസ് നിങ്ങൾ അടച്ചാൽ നിങ്ങൾക്ക് ജോബ് തരാം, ഇന്ന സാലറി കാണും. അതിലൊക്കെ പോയി മണ്ടത്തരത്തിൽ വീഴാനായിട്ട് പലവട്ടം പോയതിടത്തുനിന്ന് ഓരോരുത്തർ നമ്മളെ ദൈവത്തിൻ്റെ രൂപത്തിലൊന്ന് രക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. പല അവസരങ്ങൾ. ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനെ ഓരോരുത്തർക്കും എസ്കേപ്പായി നമ്മൾ എങ്ങനെയൊക്കെയോ തടി ഊരി പോയിട്ടുണ്ട്. ലാസ്റ്റ് ഇപ്പം എന്തെങ്കിലും ജോബ് മതി എന്നുള്ള രീതിയിലേക്ക് അവസ്ഥ എത്തി. കാരണം വിസിറ്റ് തീരാനായിട്ട് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അബിനോട് പറഞ്ഞു, കുഴപ്പമില്ല, ഇനി സൂപ്പർ മാർക്കറ്റിൽ ക്യാഷ്യറായിട്ടാണെങ്കിലും ഞാൻ ജോലിക്ക് കയറും, നാട്ടിലോട്ട് ജോലി ഇല്ലാണ്ട് ഞാൻ വരത്തില്ല എന്ന്. അത് ഞാൻ മനസ്സിൽ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചതാണ്. അങ്ങനെ ലാസ്റ്റ് ഞാൻ അൽക്കൂസിലുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നു. അവിടെ അയാളോട് മാനേജറിനെ കൊണ്ട് സംസാരിച്ചു, ജോബിന് കയറാൻ ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ഓക്കെ, ക്യാഷ്യറിൽ കയറ്റാം, സാലറി ഇത്രയേ ഉള്ളൂ, തുച്ഛമായൊരു ശമ്പളമായിരുന്നപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ അയാൾക്ക് ഒരൊറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ, പ്രഗ്നൻ്റ് ആവാൻ പാടില്ല, നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ശരി, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇറങ്ങാറായപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, അത് കുട്ടിക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു BA എക്കണോമിക്സ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇതാ മുന്നേ എന്താ വർക്ക് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നാട്ടിൽ ബാങ്കിലായിരുന്നു, SBIയിലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒരു നിമിഷം എന്നെ നോക്കിയിട്ട് പറഞ്ഞു, തനിക്കെന്താ വട്ടാണോ ഇവിടെ ഒന്ന് ജോബ് ചെയ്യാനെന്ന്. ശരിക്കും ഞാൻ ഞെട്ടി കേട്ടോ. അപ്പോഴാണ് ഗൈസ് ഞാൻ എന്നെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയത്. ശരിക്കും ഞാൻ ഇവിടെ വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്താണ്, എൻ്റെ ഉള്ളിലെ സ്കിൽസ് എന്താണ്, എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഞാൻ എന്താണ് പഠിച്ചത് എന്നൊക്കെ ഞാൻ ചിന്തിച്ച ടൈമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ആലോചിച്ചാണെങ്കിലും കുഴപ്പമില്ല, ടൈം എടുത്താണെങ്കിലും എനിക്ക് കിട്ടേണ്ടത് എനിക്ക് ദൈവം എന്തായാലും തരുന്നു, എനിക്കൊരു കോൺഫിഡൻസ് എനിക്ക് അപ്പോൾ വന്നു കേട്ടോ. അങ്ങനെ ഞാൻ റൂമിൽ നിന്ന് ഒരുപാട് ചിന്തിച്ച് തകർത്ത് ലിങ്ക്ഡിനിലും അവിടെ എവിടെയൊക്കെ ഞാൻ കുറേ ജോബിന് അപ്ലൈ ചെയ്തു. ഫൈനലി എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. ജെന്യുവിനായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കോൾ ലാസ്റ്റ് വന്നു. അതൊരു MBAയുടെ ഒരു ഇതായിരുന്നു, റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിരുന്നു. സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ അവരെ കൺവിൻസ് ചെയ്ത് ചേർക്കുക, ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ. അപ്പോൾ അതിൽ ഞാൻ ഓക്കെ ആയി.